കൊച്ചി കടൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ MSC എൽസ-3 എന്ന ചരക്കുകപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് കോസ്റ്റൽ AIG പത് സിംഗ്. കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. അതേസമയം MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. MSC എൽസ-3 കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേസെടുത്തേക്കുമെന്ന് സൂചന. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കോടതിയെ സമീപിക്കാനാണ് ആലോചന. മെർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരമായിരിക്കും കേസെടുക്കുക. കോസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്ന് കോസ്റ്റൽ AIG പതൻ സിംഗ് പറഞ്ഞു. There are 24 people. അങ്ങനെ ഒരു ദിവസം മതിയല്ലേ, കുറേ സമയം എടുക്കും. അതിൻ്റെ ബേസിലില്ലാതെ നമ്മുടെ ഇൻക്വയറിൻ്റെ വേണ്ടി അതും ആവശ്യമാണ്. CP-യിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, നെഗ്ലിജൻസ് എന്തൊക്കെ ആയിരിക്കും, അത് ആ ഇൻക്വയറി നമുക്ക് ആവശ്യമാണ്. ക്യാപ്റ്റനെ അടക്കം വൈകാതെ ചോദ്യം ചെയ്യും. കപ്പലിൽ നിന്ന് 600 കോടി രൂപയുടെ കശുവണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കശുവണ്ടി ഇമ്പോർട്ടേഴ്സ് നൽകിയ ഹർജിയിലാണ് MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തെ അധികൃതർക്കാണ് കപ്പൽ പിടിച്ചുവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാൻഹായ് കപ്പലിന് തീപിടിച്ച സംഭവത്തിലും കേസെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് കോസ്റ്റൽ പോലീസ്. ഈ കപ്പലിൽ നിന്ന് പരിക്കേറ്റവരുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.